വാഴ ഇന്നലെയാണ് ഞാൻ കണ്ടത്. ഇന്നലെ എന്നെ റിവ്യൂ ചെയ്ത് ഇടണമെന്ന് വെച്ചതാണ്, പക്ഷേ സമയം ഉണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഇന്ന് റിവ്യൂ ചെയ്യണത്. ഞാൻ ആദ്യം പറയാം, മസ്റ്റ് വാച്ചാണ് പടം. എല്ലാവരും പോയി കാണാം, കണ്ടിരിക്കാനുള്ള ഒരു പടമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 വട്ടം കാണാൻ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് 2 വട്ടം ചില പടങ്ങൾ മാത്രമാണ് കാണാൻ തോന്നാറുള്ളൂ. അങ്ങനെ കാണാൻ തോന്നുന്ന പടങ്ങളൊക്കെ നല്ല പടങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോമഡി മാത്രമല്ല ഈ പടം ഇരിക്കുന്നത്. സംഭവം ജോണർ കോമഡിയാണ്, പക്ഷെ കോമഡി മാത്രമല്ല ഈ പടം ഇരിക്കുന്നത്. ഈ പടത്തിൻ്റെ ഒരു കഥ ഇരിക്കുന്നുണ്ട്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കഥ, അല്ലെങ്കിൽ നിൻ്റെ കഥ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ കഥ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരൻ്റെ കഥ, അങ്ങനെ എല്ലാവരുടെയും ഒരു കഥയായിട്ട് നമുക്ക് തോന്നും. കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണ മാത്രമുള്ള സിനിമയിൽ, ഫുള്ള് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമുള്ള സിനിമയിൽ, ഡയലോഗുകൾ വരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് സിനിമയ്ക്ക് വേണ്ടിയതായതുകൊണ്ടും നമ്മുടെ അത്ര പൊട്ടന്മാരല്ല എന്ന് മാത്രം. എന്നാലും നമ്മുടെ കൂട്ടത്തിലും കാണും അങ്ങനത്തെ കുറേ പൊട്ടന്മാർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, എൻ്റെയൊക്കെയോ അല്ലെങ്കിൽ നിൻ്റെയൊക്കെയോ നമ്മുടെ ആരുടെയൊക്കെ കഥയാണ്. ഇത് എല്ലാവരുടെയും കഥയാണ്. പിന്നെ ഒരാളുടെ നിന്ന് മാത്രമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നമുക്ക് റിലേറ്റ് ആവും. കോമഡികളൊക്കെ നല്ല കോമഡിയാണ്. ഇൻ്റർവെല്ല് വരെ നല്ല കോമഡി, നല്ല രസമായിട്ടാണ് തുടങ്ങിയിട്ട് പോണതും. മേക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനൊരു പ്രതീക്ഷയിലാണ് പോയി കണ്ട പടമാണ്. കാരണം ഗുരുവായൂർ നടയാണ് ഈ അടുത്ത് കണ്ട കോമഡി പടം തോന്നുന്നു. അത് കണ്ടതിന് ശേഷം എനിക്ക് ആ ഒരു വൈബൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് പോയത്. പക്ഷേ ഇത് അടിപൊളി സിനിമ. ഇൻ്റർവെല്ല് കഴിഞ്ഞാൽ കുറച്ച് കോമഡി ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ പടം സീരിയസ് ആവും. ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് സീരിയസ് ആവും. ആ നേരത്തെ ഒരാളും ചിരിക്കില്ല തിയേറ്ററിൽ. എല്ലാവരും നിശബ്ദമായിട്ട്, അത് നമുക്ക് ഫീൽ ചെയ്യും, ശ്രദ്ധിക്കണവർക്ക് അത് ഫീൽ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട്. ഇമോഷണൽ സീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ മാത്രമാണ് ഒന്ന് സീരിയസ്നെസ് ഇങ്ങനെ വിട്ട് വന്ന് ചെറിയൊരു കോമഡിയിലായിട്ട് അവസാനിക്കുള്ളൂ. പക്ഷെ ഇൻ്റർവെല് കഴിഞ്ഞ് കുറച്ച് സീൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഓരോരുത്തരുടെ വീട്ടിലത്തെ അവസ്ഥകളും ഓരോരുത്തരുടെ അവൻ്റെ ആൾക്കാരിങ്ങനെ പറയണ കുറച്ച് കാര്യങ്ങളുണ്ട്. കണ്ണ് നിറഞ്ഞു പോണ സീനുകളുണ്ട്. എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിൻ്റെയും ആ ഡയറക്ടറിൻ്റെയും അത് എല്ലാവരുടെയും ഈ ഒരു സിനിമയുടെ വിജയമാണത്. കാരണം അങ്ങനെ നമ്മൾ തിയേറ്ററിൽ ഇരുത്തി നമ്മൾക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ അത് വിജയമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് കരുതി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളവർക്ക് അതേപോലെ ഇഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ 2 വട്ടം കാണാൻ തോന്നുന്നൊന്നും ഞാൻ പറയില്ലേ. ചിലവരുടെ മെൻറ്റാലിറ്റി വെച്ചിട്ട് ചിലപ്പോൾ 1 ടൈം വാച്ചോ ഉണ്ടാവുള്ളൂ. കാരണം എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾ ചിരിക്കുന്ന സമയത്ത് മാത്രം ചിരിച്ചു, അല്ലാത്ത സമയത്ത് കൂളായിട്ട് വന്നിരിക്കുന്ന ആള് ഫീലായി കരയണത് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അതങ്ങനെ എല്ലാവർക്കും കിട്ടില്ല. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും കിട്ടും. എനിക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമ. പിന്നെ ഈ സിനിമ എന്ന് പറയുമ്പം തോൽവിന്ന് ജയത്തിലേക്ക് പോണ ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു സിനിമയില്ല. അത് എന്നെ പോലുള്ള എന്താ വെച്ചാൽ ഇങ്ങനെ അത് ചെയ്ത് അതിനൊരു ചൂടില്ലാണ്ട് അങ്ങനെ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മൾ റെഡിയാക്കിയിട്ട് ചെയ്ത് വരുമ്പോൾ എവിടുന്നെങ്കിലും എന്തെങ്കിലും തട്ട് കിട്ടിയിട്ട് പിന്നെ അത് പൊളിഞ്ഞ് അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ തട്ടി മുട്ടി ഉടായ്പ കാണിച്ച് പോണ കുറച്ച് പിള്ളേരുടെ കഥ. അതാണ് ഈ കഥ. വാഴയ്ക്കും വിലയുണ്ടെന്ന് കാണിക്കുന്ന ഒരു സിനിമയാണിത്. ഇപ്പം വാഴ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും മാക്സിമം പോയി കാണാം. എല്ലാ ജോണർ ഇഷ്ടപ്പെടുന്നവർക്കും ഈ കാണാം, എല്ലാ പ്രായക്കാർക്കും ഈ സിനിമ കാണാം. എല്ലാവരും പോയി കാണാം. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഒരാളിനെ മാത്രമായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ആഷിറിൻ്റെ നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവൻ്റെ സീനൊക്കെ അവൻ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇത് അവൻ്റെ കഥയല്ല, അതുകൊണ്ട് അവൻ അതിൻ്റെതായിട്ടുള്ള റോള് മാത്രമേ ഈ സിനിമയിലുള്ളൂ. ഉള്ളതൊക്കെ അവൻ നല്ല ഗംഭീരമായിട്ട് അവൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അവൻ പൊരിച്ചിട്ടുണ്ട്. അവൻ്റെ വേറെ വരുന്നുണ്ട്, സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയാണ്. ഇൻ്റർവെല്ല് കഴിഞ്ഞാലാണ് പെർഫോമൻസ് ഇരിക്കുന്നത്. എല്ലാവരുടെ പെർഫോമൻസ് ഇൻ്റർവെല്ല് കഴിഞ്ഞാലാണ് ഇരിക്കുന്നത്. അതുവരെ പടം ഭയങ്കര ഒരു കഥയില്ലാത്ത പോവുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്ന എല്ലാവർക്കും ടേക്ക് കെയർ.